ഹായ് ഹലോ മർഹബ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അറബിക്കഥയാണ്. അറബിക്കഥയെന്ന് വെച്ചാൽ വെറും അറബിക്കഥയല്ല, ഒരു അറബി കപ്പ് കഥ. അപ്പോൾ നമ്മൾ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. കാരണം നല്ല ട്രാഫിക്കായിരിക്കും, നമുക്ക് അവിടെ എത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് മെട്രോ പിടിക്കാനുള്ള പോക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് സൗദി സപ്പോർട്ടേഴ്സാണ്. അവർ ഭയങ്കര വൈബ് അടിച്ചൊക്കെ പോവാട്ടോ. ഇങ്ങനെ നമ്മൾ മെട്രോ പിടിച്ചു, മെട്രോയിലൊരു സീറ്റൊക്കെ കിട്ടി. പിന്നെ നമുക്ക് മെട്രോ മാറി കയറണമായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ട് മാറി കയറാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഹന്നയും ഹന്നയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഫായിസ് ഓൾറെഡി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം ലുസൈൽ സ്റ്റേഡിയം എത്തി. അപ്പം തേണ്ട അവിടെ നല്ല ക്രൗഡ് ഇട്ടാൽ നമുക്ക് ഒരു തരത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫുള്ള് വൈബ് സെറ്റ് മൂഡായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഈശ്വരാ, ഈ അറബികളൊക്കെ ഇത്രയും അടിപൊളിയായിരുന്നു എന്നുള്ളൊരു സെറ്റപ്പിലായിട്ടാണ് ഞാൻ. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള നടപ്പായിരുന്നു. ഒരു 3-3.5 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റേഡിയം തന്നെ വലം വെച്ച് കയറണമായിരുന്നു. നമ്മളുടെ ഗേറ്റ് 33 ആയിരുന്നു. അപ്പോൾ 33ലേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേഡിയം എത്തിയിട്ട് നമ്മൾ മുകളിലോട്ടൊരു 100 സ്റ്റെപ്പെങ്കിലും കയറിയിട്ടുണ്ടാവും. അതാണ് അറബ് കപ്പ്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്തു. സ്റ്റേഡിയത്തിലാണെങ്കിൽ നല്ല ക്രൗഡായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും ഈ കപ്പൊക്കെ ഇങ്ങനെ അവർ എക്സിബിറ്റ് ചെയ്തിട്ട് അവർ മാറ്റുവാണ്. പിന്നെ ടീം മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ കളി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് പ്രത്യേകിച്ച് എനിക്കിതിൻ്റെ അകത്ത് ആരെയും അറിയത്തില്ല. പിന്നെ കളി എന്താണെന്ന് ജസ്റ്റ് ഒരു അപ്പൻ്റെ ആങ്ങളോടൊക്കെ കൂടി ഇരുന്ന് കണ്ടതിൻ്റെ ഒരു ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ. ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് 0-0 എന്നുള്ളൊരു സ്കോറിലാണ് മാച്ച് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ ഗ്രൗണ്ടൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ പരിപാടി, ഇങ്ങനെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ലൈറ്റൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ഫ്ലാഷൊക്കെ അടിച്ച് അങ്ങനെ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ് പരിപാടി പോലെ ഉണ്ടായിരുന്നു ആ ഹാഫ് ടൈമിൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത്. അങ്ങനെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഗോൾ. സൗദി അറേബ്യയുടെ ഗോളായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം നമ്മൾ ഹാഫ് ടൈം വരെ ഒരു ഗോൾ പോലും കാണാതെ ഇങ്ങനെ സ്ട്രൈക്കുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഗോൾ പോലും കാണാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്നൊരു ഗോള്, അതും സൗദി അറേബ്യയുടെ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പം തന്നെ പലസ്തീനും അടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ പലസ്തീൻ ഫാൻസ് ആയിരുന്നു എൻ്റെ അപ്പുറത്തൊക്കെ ഇരുന്നവരൊക്കെ, അവരൊക്കെ ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മൾ സത്യം മനസ്സിലാക്കുന്നത്, അവിടെ 77,000 പേരുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് 1-1 എന്നുള്ള രീതിയിൽ മാച്ച് തീർന്നു. അത് കഴിഞ്ഞ് അഡീഷണൽ ടൈമിൽ സൗദി പിന്നെയും ഗോൾ അടിച്ചു. പിന്നെ നമുക്ക് ഫുള്ള് കാമൻ ക്വയറ്റായിരുന്നു. കാരണം പലസ്തീൻ ഇനി ഗോൾ അടിക്കുമോ, ബാക്കിയുള്ള മിനിറ്റുകളിൽ ഗോൾ അടിക്കുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ മാറ്റിമറിച്ച് ടൈം അവസാനിച്ചു. ഫുൾ ടൈം 1-2 എന്നുള്ളൊരു രീതിക്ക് കളി അവസാനിച്ചു കേട്ടോ. അപ്പോൾ സൗദി അറേബ്യയാണ് മാച്ച് ജയിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിന് സൗദി ഫാൻസിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വേറെ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.